ഡൽഹിയിലെ റെഡ് ഫോർട്ടിനകത്താണ്. ചരിത്ര സ്മാരകങ്ങൾ കാണാൻ പോകുന്ന ആളുകൾക്ക് ഈ ഒരു കാഴ്ച വളരെ സുപരിചിതമായിരിക്കും. ഇന്ത്യയിലുടനീളം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്മാരകം തന്നെയാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് ഫോർട്ട്. ഇന്ത്യൻ രാഷ്ട്രീയമായും ഇന്ത്യയുടെ ചരിത്രവുമായും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. വളരെയധികം ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നത് കൊണ്ടും വളരെ വൃത്തിയോടുകൂടി പരിചരിക്കുന്നത് കൊണ്ടും തന്നെ ഇതുപോലുള്ള ഏക്കർ കണക്കിന് വരുന്ന ഇതുപോലുള്ള സ്മാരകങ്ങളിൽ ഒരുപാട് ഉദ്യാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്മാരകങ്ങൾ കാണാൻ പോകുന്ന ആളുകൾക്ക് ഇതുപോലുള്ള കൊച്ചു കൂട്ടുകാരെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഇവർക്ക് മനുഷ്യരോട് ഇടപഴകുന്നതിന് യാതൊരു തരത്തിലുള്ള മടിയുമില്ല എന്ന് നിങ്ങൾ കാണുക. ഒരു മൾബറി മരത്തിൻ്റെ തൊട്ടു താഴെയാണ് ഈ ഒരു തത്തയിരിക്കുന്നത്. നമ്മൾ എത്ര അടുത്തു വന്നിട്ടും അവർക്ക് യാതൊരു ഭാവഭേദവുമില്ല. അവർ തൻ്റെ ഭക്ഷണത്തിലേക്ക് തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരാൾ മാത്രമല്ല, കുറേ ആളുകളുണ്ട് ഈ ഒരു മരത്തിൽ. ഇതുപോലുള്ള നൂറുകണക്കിന് മരങ്ങൾ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അവർക്ക് അവരുടെ ഭക്ഷണം, വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുറേ ആളുകൾ ഇതുപോലെ അന്തേവാസികളായി ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങളിൽ ജീവിക്കുന്നുണ്ട്. കൂട്ടമായുള്ള ഇവരുടെ യാത്രകൾ അതിഭംഗിയായുള്ള ഒരു കാഴ്ചയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഇവർ മാത്രമല്ല, നമ്മൾ ഈ കോമ്പൗണ്ടിലുടനീളം കാണുന്ന മറ്റൊരു കൂട്ടരാണ് ഇവർ. തൻ്റെ കൂട്ടുകാരുമായി സല്ലപിച്ച് ഉല്ലസിക്കുന്ന ഒരു കൂട്ടരാണ്. ഈ കോമ്പൗണ്ടിലുടനീളം ഇവരുടെ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. നമ്മളൊന്ന് മാടി വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് തന്നെ അവർ വരും. ഭക്ഷണമില്ല എന്നറിഞ്ഞാൽ ഒന്ന് പിണങ്ങി മറ്റു അടുത്ത മരത്തിലേക്കും അടുത്ത കൂട്ടുകാരിലേക്കുമൊക്കെ പോവുകയും ചെയ്യും. ഇവർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഭക്ഷണമാക്കാൻ വരുന്ന മറ്റൊരു വിഭാഗമാണ് ഈ പരുന്തുകൾ. മാനത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ നമ്മുടെ തൊട്ടടുത്തുകൂടി ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. എല്ലാ മരത്തിനു മുകളിലും ഓരോ പരുന്തെന്ന പോലെ എല്ലാ ചരിത്ര സ്മാരകത്തിന് കീഴിലും ഒരുപാട് പരുന്തുകൾ അങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. നിങ്ങളിവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ധാന്യങ്ങൾ കയ്യിൽ കരുതിയാൽ രണ്ടാമത്തെ കൂട്ടർ നമ്മുടെ കയ്യിൽ വന്ന് ആ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചരിത്ര സ്മാരകങ്ങളിൽ ഇവരെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, മറ്റു ചില കാഴ്ചകളിലേക്കും പോകാം. ഇത് ഡൽഹി ജുമാ മസ്ജിദിന് തൊട്ട് മുന്നിലുള്ള കാഴ്ചയാണ്. പരുന്തുകൾ എത്രയുണ്ട് എന്ന് എണ്ണുക വളരെ പ്രയാസമുള്ള ഒരു ജോലിയായി മാറുന്നത് ഇവിടെയായിരിക്കും. ഇനി മറ്റിടങ്ങളിലേക്ക് നമുക്ക് പോകാം. മറ്റിടങ്ങളിൽ കുത്തബ് മിനാർ, അതുപോലെ ആഗ്ര ഫോർട്ട്, അതുപോലെ കാഴ്ചകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ആഗ്ര ഫോർട്ടിലെ കാഴ്ചയാണ്. ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ, ഒരുപാട് ഉദ്യാനങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവിടെ താമസമാക്കിയ ഇതുപോലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവർ നമ്മോട് സംസാരിക്കുകയും നമ്മോട് ഇടപഴകുകയും ചെയ്യും.